മജീഷ്യൻ സാമ്രാജ് 90s കിഡ്സിനൊക്കെ ഇങ്ങനെ അറിയാതിരിക്കാൻ ഒരു വഴിയില്ല. മുതുകാടിനേക്കാൾ ഭയങ്കരമായി ഫേമസ് ആയിട്ടുള്ളൊരു മജീഷ്യനാണ് മജീഷ്യൻ സാമ്രാജ്. എനിക്കൊരു കാലത്ത് മജീഷ്യൻ സാമ്രാജിന്റെ ഫോട്ടോ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പേടിയായിരുന്നു സത്യത്തിൽ. അങ്ങനെ ഒരു മാജിക് കാണിക്കും, പിന്നെ മുപ്പരുടെ അപ്പിയറൻസും കണ്ണുകൊണ്ടുള്ള നോട്ടൊക്കെ കാണുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ മുതുകാട് കേസിൽ അങ്ങനെ ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അവിടെയുള്ള അങ്ങനത്തെ ഇപ്പം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് അറിയാവുന്നതും അദ്ദേഹത്തിന് ചോദിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അദ്ദേഹത്തിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും, എവറിത്തിങ് റിലേറ്റഡ് ടു മാജിക്. ഓക്കെ, മുതുകാട് എന്ന് പറയുന്നത് മജീഷ്യനെയാണല്ലോ നമുക്കൊക്കെ ആദ്യം ഇഷ്ടപ്പെട്ടത്. അതിനുശേഷമാണല്ലോ ബാക്കി ഈ പറഞ്ഞ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അച്ഛനായി മാറി ദൈവമായി മാറിയ മുതുകാടിൻ്റെ ഒരു ഫേസ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണെങ്കിലും സാമ്രാജിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ, മാന്ത്രിക ലോകത്തെ മാഫിയ, ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് VP ടോക്സിലാണ്. VP ടോക്സിൽ നിങ്ങൾ കയറി കണ്ടാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിതുണ്ടെങ്കിൽ അടുത്ത കമ്മ്യൂണിറ്റിയുടെ VP ടോക്സിൻ്റെ വീഡിയോ 58 മിനിറ്റ് ഉണ്ട്. അത് ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ ഞാൻ 1-2 കാര്യങ്ങളാണ് വെക്കാം. ഓക്കെ, അദ്ദേഹത്തിന്റെ ഞാൻ വെല്ലുവിളിക്കാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഏതെങ്കിലും ഒരു പുതിയ ഐറ്റം ഇത് കാണിച്ചു തരട്ടെ. പക്ഷേ ഓരോ ഐറ്റം ചെല്ലുമ്പോഴും അദ്ദേഹം അവകാശപ്പെടും ലോകമാന്ത്രിക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്തു എന്നുള്ളത്. തെറ്റാണ്. ആരെങ്കിലും ചെയ്ത കാര്യങ്ങൾ എടുത്ത് ഇവിടെ കാണിച്ചിട്ട് കൊട്ടിഘോഷിക്കും, പത്രമാധ്യമ സുഹൃത്തുക്കളെ ചതിച്ചുകൊണ്ട് അവർ ഗംഭീര ഒരു വാർത്ത കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പുതിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും എനിക്ക് തോന്നില്ല. അദ്ദേഹം അതുമായിട്ട് മുന്നോട്ട് വരട്ടെന്നേ. എത്രയോ 10-20 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഈ കുറെ അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന അത് കുറെ ഐറ്റംസിന്റെ രഹസ്യം അതെല്ലാം CD-യിലാക്കി ആക്കിയിട്ട് ഇത് അടുത്ത 100 വർഷത്തേക്ക് ആരും തുറന്നു നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇത് സീൽ ചെയ്ത് പെട്ടിക്കകത്തൊക്കെ ആക്കി ഇത് കുഴിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ കോൺക്രീറ്റും മാറിയിട്ട് അതിന്റെ 2 കല്ലറ പണിയുന്ന പോലെ അതിന്റെ പണി അവിടെ വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഇത് കുഴിച്ചിടാനുള്ള അധികാരം ആര് കൊടുത്തു? അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരാഴ്ചം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഒറ്റ ആഴ്ചം വല്ലവരും കണ്ടുപിടിച്ച ഐറ്റം, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പൂർവ്വര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റം എല്ലാം എടുത്ത് CD ആക്കി കൊണ്ട് കുഴിച്ചിട്ടിട്ട് ഇദ്ദേഹം എന്താ മാജിക്കിന്റെ അപ്പോസ്തോലനോ വല്ലുമാണ്? എനിക്ക് മനസ്സിലാകാത്ത ചോദ്യം. തെറ്റാണ്. ഈ ഒരു പെർട്ടിക്കുലർ കേസ് RK മലയജ് സാറിനായിട്ട് ഞാൻ ഇന്റർവ്യൂ എടുത്ത സമയത്ത് മലയജ് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂ എടുത്ത് കണ്ടാൽ നിങ്ങൾക്കറിയാം മുതുകാടിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണ്, പുതിയൊരു മാജിക്, പുതിയൊരു ഐറ്റം എന്താണുള്ളത്. ഇത് അവിടെ ഇവിടെ നിന്നൊക്കെ ഉള്ള വീഡിയോ റെഫർ ചെയ്യും, അത് കൊണ്ടുവരും, അത് ചെയ്യും എന്നിട്ട് പറയും ലോകത്തിൽ ആദ്യമായിട്ട് ചെയ്തു. കാരണം മലയാളികളുടെ മുന്നിൽ ഇത് ലൈക്ക് നമ്മൾ കാണുന്നത് മുതുകാടിലൂടെയാവും. നമുക്കറിയില്ലല്ലോ ഇപ്പോൾ ഇത് UK ചെയ്തോ USA ചെയ്തോ ഒന്നും നമുക്കറിയില്ല. അന്ന് ഇത്ര സോഷ്യൽ മീഡിയ ആക്റ്റീവും അല്ല. അപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും ആക്റ്റീവ് അല്ലാത്തൊരു ടൈമിൽ അവിടുന്ന് ഇവിടുന്നുള്ള വീഡിയോസും റെഫറൻസും അല്ലെങ്കിൽ അവിടുന്ന് പോയി കണ്ട സാധനങ്ങൾ കണ്ട് ഇവിടെ വന്ന് ഇറക്കിയിട്ട് ലോകത്തിൽ ആദ്യമായിട്ട് ഇന്ദ്രജാലം ചെയ്യുന്നത് മജീഷ്യൻ മുതുകാട്. എന്നിട്ട് മറ്റേ ഞാൻ കഴിഞ്ഞാൽ പിന്നെ പ്രളയം എന്നുള്ള രീതിയിൽ ഞാൻ മജീഷ്യൻ, ഞാനാണ് ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും ടോപ്പ് മജീഷ്യൻ, ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാജിക്കാരനും മര്യാദയ്ക്ക് ജീവിക്കേണ്ട എന്നുള്ള നിലയ്ക്ക് ഈ മാജിക്കിൻ്റെ ട്രിക്സ് എല്ലാം അതും കൊണ്ട് CD-യിലാക്കി കൊണ്ടുപോയിട്ട് കുഴിച്ചിടും ചെയ്തു. അപ്പോൾ സാമ്രാജ് സാറിനെ പോലുള്ളവർ ചോദിക്കുന്ന ചോദ്യം കൃത്യമല്ലേ? പിന്നെ മാജിക്കിലെ ട്രിക്കുകൾ റിവീലായി കഴിഞ്ഞാൽ മാജിക് ഡെഡായി മാജിക് കഴിഞ്ഞു. ഇപ്പോൾ മാജിക്കിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ വിഷയം നമ്മൾ പണ്ട് കണ്ടുവന്നിരുന്ന മാജിക്കുകളുടെ ഒക്കെ ട്രിക്ക് റിവീലായി. അതുകൊണ്ട് തന്നെ മാജിക്ക് പഴയ പോലെ പണ്ടത്തെ മാജിക്കുകൾ കാട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ വാവ് ഫീലിംഗ് ഉണ്ടാക്കിയാലും പിന്നെ ആളുകൾ അത്ര ക്രൗഡ് പുള്ളിങ് വരില്ല. പക്ഷേ അപ് ടു ഡേറ്റ് ആയിട്ട് പുതിയ ട്രിക്കുകൾ, പുതിയ ഐറ്റങ്ങൾ, ഇപ്പോൾ മാറുന്ന സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലൊക്കെ മാറുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ AI ഒക്കെ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഡെവലപ്പ് ആവുന്ന സമയത്ത് പല രീതിയിൽ പുതിയ ഇന്നോവേഷൻസ് മാജിക്കിൽ കൊണ്ടുവരുന്ന എത്രയോ മജീഷ്യൻസ് വേൾഡ് വൈഡ് ഉണ്ട്. കേരളത്തിൽ തന്നെ ഒരുപാട് പേര് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ മാറുമ്പോൾ മാജിക്കും മാറും, കാലത്തിനനുസരിച്ച് ഈ ആർട്ടും മാറും. എല്ലാ ആർട്ടും വേണമല്ലോ, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കും. സോ ചില ആർട്ട് സർവൈവ് ചെയ്യും, ചില ആർട്ട് സർവൈവ് ചെയ്യില്ല. മാജിക്ക് സർവൈവ് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്താണെങ്കിലും മജീഷ്യൻ മുതുകാടിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഇതെന്ന് മനസ്സിലാവും. അതായത്
ഞാൻ കഴിഞ്ഞു, വേറെ ആരും ഇനി മാജിക് കൊണ്ട് കേരളത്തിൽ ജീവിക്കേണ്ട. ആ ഒരു മൈൻഡ് സെറ്റിലാണ് മൂപ്പര കുഴിച്ചിടൽ പരിപാടിയും സംഗതികളും നടത്തി. ഓക്കെ, അടുത്ത കേൾക്കാം. കഴിഞ്ഞ നിങ്ങൾ പറഞ്ഞില്ല 28 വർഷം 30 വർഷമോ 28 വർഷമാണെന്ന് എനിക്ക് തോന്നുന്നത് അക്കാഡമി തുടങ്ങിയിട്ട്. ഈ അക്കാഡമിയില് ഓരോ മാസം മാജിക് പഠിച്ചിറങ്ങുന്നവർ നിരവധിയാണ്. ഓരോ ബാച്ച് 40-50 ആണ് കേൾക്കുന്നുണ്ട് അല്ലെ, എനിക്കറിയില്ല എക്സാക്ട്ലി. ഓക്കെ, ഇതുപോലെ കേരളത്തിലുടനീളമുണ്ട് പല സ്കൂളുകളും അക്കാഡമികളും. ഇതിനെല്ലാം ആയിരക്കണക്കിന് പേരാണ് മാജിക് പഠിച്ചിറങ്ങുന്നവര്. കഴിഞ്ഞ 30 വർഷത്തെ കാലയളവിനുള്ളിൽ വേണുപറ അറിയപ്പെടുന്ന എത്ര മാന്ത്രികരുണ്ട് ഉണ്ടായി എന്നുള്ളതാണ് അറിയണം. എത്ര പേര്? വിരലിൽ എണ്ണാവുന്നതിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അറിയപ്പെടുന്നവര്, പെർഫോം ചെയ്യുന്നവര്. ഓക്കെ, അതിന് പ്രതിഭകൾ ഇല്ലാത്തത് കൊണ്ടാണോ? അതോ പ്രതിഭകളല്ല, പഠിക്കുന്നവരെല്ലാം മാജിഷ്യൻസ് ആകുന്നില്ല. അതാണ് വേണു. ബേസിക്കലി ഞാൻ പറയുന്നൊരു കാര്യം, മാജിക് എന്ന കല ഈ ഡാൻസ് പോലെ പാട്ട് പോലെ അതൊന്നും അല്ല. ഇതിന്റെ പുറകിൽ രഹസ്യമാണ് ഇതിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ. എപ്പോൾ ആ രഹസ്യം മറ്റുള്ളവർ അറിയുന്നോ അതോടെ മാജിക് കല ഫിനിഷ്. മനസ്സിലായി? അപ്പൊ ഇതിന്റെ രഹസ്യം സൂക്ഷിക്കണം അല്ലെ. ഇതെല്ലാരും ഇത് പഠിപ്പിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. തെറ്റാണ്. സ്ക്രീനിങ് വേണം. മനസ്സിലായി? എല്ലാരും പഠിപ്പിച്ചെടുക്കാൻ പാടില്ല. അർഹതയുള്ളവരെ പഠിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. അല്ല ഇതിൽ ചിലർ പറയും, കമന്റ് ഇടും, എന്നാൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മാജിക്? പണ്ടൊക്കെ അങ്ങനെയൊക്കെയാ ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങനെ മാജിക് പഠിച്ചു? കഴിവുള്ളവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. മാജിക് എന്ന് പറഞ്ഞ കല പഠിക്കേണ്ട കലയല്ല, അല്ല പഠിപ്പിക്കേണ്ട കലയല്ല. വഴി കിടക്കുന്ന ഉറങ്ങുന്നവരെയൊക്കെ പിടിച്ചിട്ട് ബാബാ മാജിക് പഠിക്കണ്ടേ എന്ന് പറഞ്ഞ ആ ഒരു രീതി തെറ്റാണ്. എസ്പെഷ്യലി മാജിക് അങ്ങനെയാണ്. അറിയാമല്ലോ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അതിന്റെ രഹസ്യം നമ്മൾ പൊളിച്ചു കാണിച്ചതിനകത്ത് ഒന്നുമില്ല. ആക്ച്വലി സാമ്രാജ് സർ പറയുന്ന രണ്ടാമത്തെ ഈ ഒരു പോയിന്റ്, ഇതൊരു ആസ് എ മജീഷ്യന്മാർ ചിന്തിക്കുന്ന സമയത്ത് ഇതൊരു ഭയങ്കര സംഭവമാണ്. അതായത് എല്ലാവർക്കും എപ്പോഴും ലൈക്ക് ഇപ്പം എനിക്ക് മാജിക് പഠിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓടിക്കയറി പഠിച്ചു കഴിഞ്ഞാൽ അതിനെന്താണ് വാല്യൂ? ഇപ്പം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഓക്കെ, ഞാൻ 2 ട്രിക്ക് പഠിച്ചു കഴിഞ്ഞു. മാജിക്കിലൂടെ ജീവിക്കുന്നുണ്ടോ ആരെങ്കിലും? മാജിക് എന്ന് പറഞ്ഞ കലയെ ഇഷ്ടപ്പെട്ട് അതിലൂടെ ഒരു ഉപജീവന മാർഗം കണ്ടെത്തി ആ കലയിൽ കുറെ കൂടി റിസർച്ച് നടത്തി ആ കലയെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, ആളുകളിലേക്ക് ഇനി എങ്ങനെ എത്തിക്കണം എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ സീരിയസ് ആക്കി എടുക്കുന്ന എത്ര പേരുണ്ട്? കുറവല്ലേ? അപ്പം അങ്ങനെയുള്ള ആളുകളെ കിട്ടിയാലാണ് മാജിക് പഠിപ്പിച്ചു കൊടുത്ത് അവരിൽ നിന്ന് പുതിയൊരു തലമുറയിലേക്ക് ഈ മാജിക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുള്ളൂ. മാജിക് അങ്ങനത്തെ ഒരു ആർട്ടാണ്. ആ ആർട്ടിനെ മൊത്തത്തിൽ ഒരു ഷൂട്ട് ബിസിനസ്മാൻ മൈൻഡ് വെച്ചിട്ട് ബിസിനസ് ആക്കി മാറ്റി. അതുകൊണ്ട് എന്ത് ലാഭം? അത് ആ മാജിക് എന്ന് പറഞ്ഞ കലയെ തീർത്ത് കളയുക ചെയ്ത് ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയിലാണ് കൊണ്ടുചെന്ന് എത്തിച്ചത്. അതിന് കാരണക്കാരൻ മുതുകാട് തന്നെയാണ്. അതെ, ഒരുപാട് മജീഷ്യന്മാരത് പറയുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ ഈ പണ്ടത്തെ ഒരു 20 വർഷം മുമ്പുള്ള ഒരു സംസ്കാരമല്ല മാജിക്കിനെ സംബന്ധിച്ച്. ഞാൻ പറയല്ലേ, എല്ലാം തകർത്തടിയാണ് ചെയ്യുന്നത്. മാജിക്കിനെ പ്രോത്സാഹിപ്പിക്കുക, മാജിക്കിനെ വളർത്താൻ വേണ്ടി എന്ത് ചെയ്തു? ഇതാണ് വാട്ട് ഈസ് ഹിസ് കോൺട്രിബ്യൂഷൻ. ഫയർ എസ്കേപ്പ് പോലെ വലിയ രക്ഷപ്പെടൽ വിദ്യകളൊക്കെ അവതരിപ്പിക്കുന്ന മാന്ത്രികരും മജീഷ്യൻസ് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ മോഹൻലാൽ ഇറങ്ങിയിരിക്കുന്നു. മോഹൻലാലിനെ ഇറക്കിയതാണ്. ആ പാവം എല്ലാത്തിനും പോകും. ഞാൻ ചോദിച്ചിട്ട്, മോഹൻലാല് മരണക്കടൽ ഈ സർക്കസ് ഇവിടെ പോയിട്ട് ഉത്സവം മരണക്കടൽ കണ്ടു കഴിഞ്ഞാല് അതിനകത്ത് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന മോഹൻലാലിന് പോകേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയുള്ളവരുണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കും. അത് ഇവിടെ മോഹൻലാൽ ഇതിനൊന്നും പോകേണ്ട ആളല്ല. പുള്ളി നല്ലൊരു ആർട്ടിസ്റ്റാണ്, ലോകം അറിയുന്ന ആർട്ടിസ്റ്റ്. എന്റെ ഫേവറേറ്റ് ആക്ടറാണ് അദ്ദേഹം. ഇദ്ദേഹത്തെ സർക്കസ് കാണിക്കേണ്ട കാര്യം എന്താണ്? മോഹൻലാലിന് ഈ ഫയർ എസ്കേപ്പ് ചെയ്യേണ്ട കാര്യം എന്താണ്? പ്രശസ്തിക്ക് വേണ്ടിയോ? ഞാൻ ചെയ്യുന്ന സാമ്രാജ് ചെയ്യുന്നത് ഒന്ന് ഈ പ്രശസ്തിക്ക് വേണ്ടിയാണ്. അദ്ദേഹത്തിന് പ്രശസ്തി വേണോ? ചെല്ലു പറയുന്ന പണത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന് പണം വേണം. പിന്നെ എന്തിനു ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. മോഹൻലാൽ അത് ചെയ്തു, വിജയിപ്പിച്ചു. അടുത്ത ദിവസം ഞാൻ പോയി അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് തന്നെ ജയിപ്പിക്കുക. അപ്പൊ നിങ്ങൾ ഒരു 6.5 മാജിക്കാ വലുത്. ഇവിടെ മോഹൻലാൽ ചെയ്തു, അമേരിക്കൻ പ്രസിഡന്റ് അവിടെ ചെയ്തു, അല്ലെ മാർപ്പാപ്പ ചെയ്തു. അവിടെ നിങ്ങൾ പറ, ഏതാണ് വലിയ മാജിക്? പറ. മാജിക് ഒരു ഐറ്റം ആണെങ്കിലും അത് സെലിബ്രിറ്റി, കാരണം അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ വലുതാണ് അല്ലേ ലോക ശ്രദ്ധയിലേക്ക്. അപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്? ഞാൻ ചോദിക്കുന്ന ചോദ്യം, മാജിക്കിനാണോ വില അതോ സെലിബ്രിറ്റിക്കാണോ വില? ഇവിടെ മാജിക്കിന് പ്രസക്തി ഇല്ലാതായി മാറി എന്നുള്ളതാണ്. മാജിക്കിന് അവിടെ പുല്ല് വിലയാണ്. ഇതിൽ അവതരിപ്പിക്കുന്നവരുടെ ഇതാണ്. അപ്പം ഞാൻ അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് ഞാൻ വിജയിച്ചു, കൂടുതൽ വിജയിച്ചു. പക്ഷെ ഇതാണ് അത് ആകരുതെന്ന് അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു.
ഇവിടെ ഇപ്പം നിങ്ങൾ ഈ കേട്ടത് ഫയർ എസ്കേപ്പിൻ്റെ കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ മോഹൻലാൽ ലാലേട്ടൻ ഫയർ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി റെഡിയായ സമയത്ത് സാമ്രാജ്യമടക്കം കുറേ പേര് വിഷയമുണ്ടാക്കി ഇൻവോൾവ് ചെയ്ത് ആ ഒരു ആക്ട് അവർക്ക് നിർത്തിവെക്കേണ്ട, ആ ഒരു മാജിക് അവിടെ ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അപ്പം ആക്ച്വലി മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി ആ ഒരു ആക്ട് ചെയ്തത് കൊണ്ട് എന്താണ് മാജിക്കിന് ബെനിഫിറ്റ് ഉള്ളത്? അപ്പോൾ ആ കലയുടെ വാല്യൂ, അതായത് മാജിക് അപ്പോൾ മോഹൻലാൽ ചെയ്തു, നാളെ ഇങ്ങനെ പറഞ്ഞ പോലെ അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യും, വേറൊരാൾ ചെയ്യും. ആ ചെയ്യുന്ന വ്യക്തിയുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് മാത്രമായിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ആളുകൾ തിങ്ക് ചെയ്യുക ആ മോഹൻലാൽ ചെയ്തു, മറ്റേയാൾ ചെയ്തു, എല്ലാവരും ചെയ്തു, ഇതിപ്പോൾ ആർക്കും ചെയ്യാന്നുള്ള മാജിക് അങ്ങനെയുള്ളൊരു കലയാണ്. എല്ലാവർക്കും എപ്പോഴും എല്ലാവരും ചെയ്ത് ചില ട്രിക്കുകൾ അങ്ങനെ എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വാല്യൂ നഷ്ടപ്പെടും. പിന്നെ ഈ മോഹൻലാലിനെ വെച്ച് ഫയർ എസ്കേപ്പ് ചെയ്യിക്കുമ്പോൾ മോഹൻലാൽ ആസ് ആൻ ആക്ടർ ലെജൻഡാണ്. അങ്ങേര് ഓൾറെഡി പ്രൂവൺ ലെജൻഡ് നമ്മുടെ ലാലേട്ടൻ. ഈ ഒരു മാജിക് എസ്കേപ്പ് ഫയർ എസ്കേപ്പ് ആക്ട് ചെയ്തുകൊണ്ട് ലാലേട്ടനും പ്രത്യേകിച്ച് വലിയൊരു മാറ്റം സംഭവിക്കൂടെ സ്റ്റാർഡത്തിൽ? ഇല്ല. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇവിടെ നിന്ന് ഇങ്ങനെ എത്തുമോ? ഇല്ല. അത് ചെയ്യിച്ചത് മുതുകാട്. അപ്പം മുതുകാട് ആരാവും അവിടെ? അതാണ്. അപ്പം ഇത് മുതുകാടിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ആ പരിപാടി അവിടെ. ഓക്കെ, അല്ലാതെ മാജിക്കിൻ്റെ ബെനിഫിറ്റിനോ ലാലേട്ടൻ മാജിക്ക് കേട്ടിട്ട് ലാലേട്ടൻ്റെ ഒരു ഇതിനോ അല്ല. അത് മുതുകാടിൻ്റെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. അത് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സോ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ സാമ്രാജ് സാറ് മാത്രമല്ല, ഒരുപാട് പേര് വരും ഇവിടെ, ഇനിയും വരും. ഓക്കെ, ഇയാൾ ഈ 60 ദിവസം വീഡിയോ ഇട്ടിട്ട് പുസ്തകം മുന്നിൽ വെച്ചിട്ട് ബ്രില്യൻസ് കാണിക്കുമ്പോൾ ഒരുപാട് മജീഷ്യൻസ് വരും തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്.